അലേമൺ ശ്രീ ആലപ്പൻ ക്ഷേത്ര തിരുനാൾ മഹോത്സവം ഈ വർഷം 2025 മാർച്ച് 19 ആണ് ആരംഭിച്ചത്. വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച ഉത്സവം ഇന്ന് 2ാം ദിവസമാണ്. നാളെ 500-ലധികം വനിതകൾ ഏർപ്പെടുന്ന പൊങ്കാല മഹോത്സവം ഭദ്രാദേവിക്ക് സമർപ്പിക്കുകയാണ്. ഇനിയുള്ള 4-5 ദിവസങ്ങളിവിടെ ഉത്സവാന്തരീക്ഷമാണ്. 24-ാം തീയതിയാണ് ഉത്രാടം നാൾ വരുന്നത്. അന്നാണ് നമ്മുടെ ഭഗവാന്റെ തിരുവുള്ള എഴുന്നള്ളത്ത്. അന്നാണ് പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ എല്ലാ ഗജവീരന്മാരും കലാമേളകൾ, വാദ്യഘോഷങ്ങൾ എല്ലാമായിട്ടുള്ള ഭഗവാന്റെ എഴുന്നള്ളത്ത് വൈകിട്ട് ഏകദേശം 4-4:30 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം എഴുന്നള്ളത്ത് അലേമൺ ക്ഷേത്രത്തിൽ നിന്ന് പുത്തയം, കടവറം, കണ്ണങ്കോട് തിരിച്ച് വീണ്ടും തെക്കേ ഭാഗം വഴി അഞ്ചൽ, ചന്തമുക്കിൽ പോയി തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്നതാണ്. ക്ഷേത്രത്തിലെത്തി ശീവേലി ചടങ്ങുകൾ നടക്കുന്നതാണ്. അന്നേ ദിവസം രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരർ രാജീവരുടെ നേതൃത്വത്തിലുള്ള കലശപൂജ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുന്നതാണ്. പ്രധാനമായിട്ടുള്ള എല്ലാ ക്ഷേത്ര ചടങ്ങുകളും ഈ 5 ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. എല്ലാ ദിവസവും അന്നദാനമുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉത്സവ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വിഷ്ണു ക്ഷേത്രങ്ങളൊന്നാണ് നമ്മുടെ ശ്രീ ആലപ്പൻ ദേവൻ ക്ഷേത്രം. ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ല അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു പൂരങ്ങളൊന്നാണ് അഞ്ചൽ പൂരം. 2016 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വടക്കൻ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഗജീരന്മാർ അണിഞ്ഞിറങ്ങുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ അഞ്ചൽ പൂരം. ഏതാണ്ട് നമുക്ക് ഈ വർഷവും ഏതാണ്ട് 6ഓളം ദിവസത്തെ ഉത്സവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് അറിയപ്പെടുന്ന ഗജീരന്മാർ അടങ്ങുന്ന ഒരു വലിയ ഘോഷയാത്രയുണ്ട്. ഒരു ഘോഷയാത്രയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ കൊല്ലം ജില്ല തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഘോഷയാത്രകളിലൊന്നാണ് നമ്മുടെ അഞ്ചൽ പൂരത്തിലെ ഏറ്റവും വലിയ ഘോഷയാത്ര നടക്കുന്നത്. ഈ വർഷവും നമുക്ക് അറിയപ്പെടുന്ന ഗജീരന്മാരുണ്ട്. അതിൽ ഒന്ന് പുത്തൻകുളത്തെ അർജുനൻ ആന, പുത്തൻകുളം മോദി, പുത്തൻകുളം വിക്രം, അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആനകളൊന്നായ ആക്കാവള വിഷ്ണുനാരായണൻ, പുത്തൻകുളം കേശവൻ. അതിൽ 5ഓളം ആനകൾ ഈ വർഷത്തെ ഉത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തി കേട്ട ഗജീരന്മാർ വന്നുപോയ ഒരു ഉത്സവമാണ് നമ്മുടെ അഞ്ചൽ പൂരം. ഈ വർഷവും അതിഗംഭീരമായിട്ടുള്ള ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ദിവസത്തെ ഉത്സവമുണ്ട്. മാർച്ച് 24-ന് ഒരു വലിയ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഉത്സവം അവസാനിക്കുകയാണ്. ഇപ്പം നമ്മുടെ അതുപോലെ തന്നെ ഇന്ന് തുടങ്ങിയ അന്നദാനം നമുക്ക് അടുത്ത 4 ദിവസം നമുക്ക് അന്നദാനമുണ്ട്. ഉത്സവത്തിൻ്റെ അവസാന ദിവസം വരെ നമ്മൾ അന്നദാനം നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ഉത്സവത്തിന് ഏറ്റവും അറിയപ്പെടുന്ന നമ്മുടെ ദീപാലങ്കാര കാഴ്ചകൾ. നമ്മുടെ അഞ്ചൽ മുതൽ കടവറം ജംഗ്ഷൻ വരെ നമ്മൾ ഒരുക്കിയിട്ടുള്ള ദീപാലങ്കാര കാഴ്ചകൾ. അതിൽ നമുക്ക് എല്ലാ മതക്കാരെയും ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ മതക്കാരെയും ഒത്തിണക്കിക്കൊണ്ടുള്ള ഉത്സവം. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ അഞ്ചലത്തെ പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളി മാതാവിൻ്റെ പള്ളിയിൽ ഞങ്ങളൊരു ചിത്രം വെച്ചിട്ടുണ്ട്, ഒരു പടം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുത്തേത്തെ പള്ളിയിൽ, പുത്തേത്തെ ജുമായിദിൽ അവിടെ ഒരു പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുമന്ദിരം. അങ്ങനെ ഈ നാടിൻ്റെ ഉത്സവം എന്നറിയപ്പെടുന്നതാണ് അഞ്ചൽ പൂരം എന്ന് പറഞ്ഞാൽ. ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരുള്ള ഉത്സവമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ അഞ്ചൽ പൂരം. എല്ലാവർക്കും ഈ നാട്ടിലെ എല്ലാ ഉത്സവപ്രേമികളെയും ആനപ്രേമികളെയും എല്ലാവരെയും നമ്മുടെ ആലപ്പൻ ദേവരുടെ അഞ്ചൽ പൂരത്തിലേക്ക് ഉത്സവ കമ്മിറ്റിയുടെ പേരിലും അമ്പലത്തിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിഗത പേരിലും ഞാൻ സ്വാഗതം ക്ഷണിച്ചുകൊള്ളു. നാളെ 2025 മാർച്ച് 21-ാം തീയതി ശ്രീ ഭഗവതി ക്ഷേത്ര ഭഗവതിയുടെ മുന്നിൽ മംഗളപ്പൊങ്കാല നടക്കുന്നതാണ്. 500ഓളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് പതിവ് പോലെ അന്നദാനവും ഉണ്ടായിരിക്കും.